മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അന്ധവിശ്വാസം എന്താണ്? ഹിന്ദുക്കൾക്ക് ധാരാളം അന്ധവിശ്വാസം ഇല്ലേ? മറ്റേത് മതങ്ങളെക്കാളും കൂടുതൽ അന്ധവിശ്വാസം ഹിന്ദുക്കൾക്കാണ്. ഇങ്ങനെയുള്ള കമന്റുകൾ 2-3 പേര്, യുക്തിവാദികൾ ഉൾപ്പെടെ വിവരിക്കുകയുണ്ടായി. ശരിക്കും അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിലെ എല്ലാ വിശ്വാസവും അന്ധമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുണ്ടെന്ന വിശ്വാസം, അള്ളാഹു ഉണ്ടെന്നുള്ള വിശ്വാസം, യഹോവ ഉണ്ടെന്നുള്ള വിശ്വാസം, ഇതൊക്കെ അന്ധമാണ്. വിശ്വാസത്തിന് വേറെ ഒന്നും അടിസ്ഥാനപരമായിട്ടില്ല. അന്ധവിശ്വാസങ്ങളെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നവർ രണ്ടായിട്ട് തിരിക്കാൻ പഠിക്കണം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ദുരാചാരം എന്നല്ല അർത്ഥം. ദുരാചാരം വേറെ, അനാചാരം വേറെ, സദാചാരം വേറെ. അനാചാരം അനാവശ്യമായ ആചാരങ്ങൾ, ദുരാചാരം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ, സദാചാരം നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ. അന്ധവിശ്വാസം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള അന്ധവിശ്വാസം കുറേയൊക്കെ മാനസികമായിട്ട് സംതൃപ്തി തരുന്നതാണ്. വേറൊരു തരത്തിലുള്ള അന്ധവിശ്വാസം അത് ശരിക്കും തെറ്റാണ്. ഉദാഹരണമായിട്ട് നോക്കാം. വലമ്പിരി ശംഖ് 1999 രൂപ 99 പൈസ കൊടുത്ത് മേടിച്ച് വീട്ടിൽ വെച്ചാൽ സമ്പത്ത് വരുന്ന പറഞ്ഞിരിക്കുന്നത്. സമ്പത്ത് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഒരു മെറ്റീരിയൽ സാധനം വീട്ടിലേക്ക് വരണമെങ്കിൽ ഒരു ശംഖ് വെച്ചാൽ വരില്ല. ധനാകർഷണ ഭൈരവ യന്ത്രം കയ്യിൽ കെട്ടിയാൽ ധനം വരുന്നതാണ് ഇല്ല. അത് മെറ്റീരിയലാണ്. മെറ്റീരിയൽ ഇങ്ങനെ കൊണ്ടുവരില്ല. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കലി മേരു യന്ത്രം വെച്ചാൽ അത് ഐശ്വര്യം ഉണ്ടാവുന്ന, ടാഞ്ചിബിൾ പാരാമീറ്ററിൽ ഐശ്വര്യത്തെ മേരു യന്ത്രം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതേ സമയത്ത് ഞാൻ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇനി നോക്കുക, വേറൊരു അന്ധവിശ്വാസം. ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ ആ കുട്ടിയുടെ കയ്യിൽ ജപിച്ച് ഒരു ചരട് കെട്ടുന്ന മാതിരി നമ്മൾ കാണിക്കുന്നു എന്ന് വിചാരിക്കാം. ആ ചരട് കുട്ടിയുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ എല്ലാ ഭയവും പോകുമെന്ന് അറിയിക്കുന്നു എന്ന് വിചാരിക്കാം. അത് മെറ്റീരിയലിസ്റ്റിക് അല്ല, അത് സൈക്കോളജിക്കലാണ്. ആ സൈക്കോളജിക്കൽ പാരാമീറ്ററിന് മനസ്സിനെ ഭയത്തിൽ നിന്ന് നിർഭയത്വത്തിലേക്ക് കൊണ്ടുപോകാൻ കാര്യമായിട്ട് ഒരു പൈസയും ചെലവാക്കാതെ ഒരു ചരട് കെട്ടിയാൽ അത് ആ കുട്ടിയിൽ എഫക്റ്റ് ചെയ്യുമെങ്കിൽ അത് അന്ധവിശ്വാസമല്ല. അല്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണെങ്കിൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഇതാണ്. അതേപോലെ തന്നെ നോക്കുക, നല്ല നല്ല കാര്യങ്ങൾ, നാമം ജപിക്കുക. നാമം ജപിക്കുന്നത് അന്ധവിശ്വാസമാണ്. പ്രത്യേകിച്ച് ഒരേ പേര് 1000 പ്രാവശ്യം ജപിച്ചാൽ എനിക്ക് നല്ല രീതിയിലുള്ള ആശ്വാസം കിട്ടുമെങ്കിൽ അത് സൈക്കോളജിക്കൽ റിലീഫാണ്. നമ്മളൊരു കാർ ഇറക്കുമ്പോൾ 4 നാരങ്ങ കാറിന്റെ വീലിൽ വെച്ചിട്ട് നല്ലോണം ഇറക്കി വിചാരിക്കാം. അത് ആ വ്യക്തിക്ക് സൈക്കോളജിക്കൽ റിലീഫ് തരുന്നുണ്ടെങ്കിൽ അത് ശരിക്ക് വിശ്വാസം അന്ധമാണെങ്കിലും അത് പ്രയോജനപ്രദമായിട്ടുള്ളതാണ്. ഇത് പറയാൻ കാരണം, ജ്യോതിഷത്തെയും വാസ്തുവിദ്യയെയും എതിർക്കാൻ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചതാണെന്നും പറഞ്ഞ് ഒരാൾ എനിക്കൊരു ഇമെയിൽ അയച്ചു. ഈ ജ്യോതിഷത്തിനകത്തും സൈക്കോളജിക്കലി പ്രയോജനപ്പെടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ജാതക ചേർച്ച നോക്കി വിചാരിക്കാം. അതിനകത്ത് സയന്റിഫിക് ആയിട്ട് ഒന്നുമില്ല, ലോജിക്കലായിട്ട് ഒന്നുമില്ല, റാഷണലായിട്ട് ഒന്നുമില്ല, ശുദ്ധബദ്ധാണ്. രാശിപ്പൊരുത്തം, രാശിയാധിപപ്പൊരുത്തം എന്നൊക്കെ പറയുന്നത്. പക്ഷേ വളരെ സാധാരണക്കാരായിട്ടുള്ള ആണിനും പെണ്ണിനും നമ്മളുടെ ജാതകത്തില്
8 പൊരുത്തമുണ്ടെന്നൊരു തോന്നല് ഉണ്ടായി എന്ന് വിചാരിക്കാം. അതൊരു പക്ഷെ അവരുടെ ജീവിതത്തെ കുറെ അധികം സൈക്കോളജിക്കലി ബെനിഫിഷ്യൽ ആക്കും. നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ടാണ് ഒരു വ്യവസായം തുടങ്ങുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നല്ല സമയത്താണ്, അക്ഷയ തൃതീയയുടെ അന്നാണ് തുടങ്ങിയതെന്ന് പറയുമ്പോൾ എല്ലാവരും അഭിനന്ദിച്ചു എന്ന് വിചാരിക്കുക. നല്ല ദിവസമാണ് കേട്ടോ, ദീപാവലി ദിവസം, ജന്മാഷ്ടമി ദിവസം, രാമനവമി ദിവസം, വിജയദശമി ദിവസം. ആ ദിവസം മറ്റേത് ദിവസവും പോലെ തന്നെയാണ്. ആ ദിവസത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലോ ശുക്ലപക്ഷത്തിലോ ആ നമ്പറിൽ നിൽക്കുന്നു. നവമി എന്ന് വെച്ചാൽ 9-ാം ദിവസം, അഷ്ടമി എന്ന് വെച്ചാൽ 8-ാം ദിവസം, ദശമി എന്ന് വെച്ചാൽ 10-ാം ദിവസം, ചതുർദശി എന്ന് വെച്ചാൽ 14-ാം ദിവസം. നമ്പറാണത്. ചതുർദശി എന്ന് വെച്ചാൽ 14, ദശമി എന്ന് വെച്ചാൽ 10, അഷ്ടമി എന്ന് വെച്ചാൽ 8, സപ്തമി എന്ന് വെച്ച് കഴിഞ്ഞാലോ 7. അപ്പോ വിജയദശമി, ജന്മാഷ്ടമി, രാമനവമി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്പറാണ് കാണിക്കുന്നത്. നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറുത്ത വാവ് അല്ലെങ്കിൽ വെളുത്ത വാവ് കഴിഞ്ഞിട്ടുള്ള നമ്പർ, ദിവസത്തിന്റെ നമ്പർ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അത് സൈക്കോളജിക്കലി അദ്ദേഹത്തിന് ഒത്തിരി മോട്ടിവേഷൻ ആണെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു അന്ധവിശ്വാസം. നല്ലൊരു അന്ധവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ആ വിശ്വാസം അന്ധമാണ്, പക്ഷെ നല്ല പ്രയോജനം ചെയ്യും. ഒരാള് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാല് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോയാൽ നല്ലതാണ്. അത് അയാളുടെ മനസ്സിനെ സ്വാധീനിക്കുമെങ്കിൽ, മെറ്റീരിയലിസ്റ്റിക് അല്ല സൈക്കോളജിക്കല്, സ്വാധീനിക്കുമെങ്കിൽ ആ വിശ്വാസം നല്ലതാണ്. അതേപോലെ വാസ്തുവിദ്യയില് ജനല് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയാല് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും. അത് മെറ്റീരിയലിസ്റ്റിക്കാ, അത് ഡേഞ്ചറസാണ്, അത് നെഗറ്റീവായിട്ടുള്ള അന്ധവിശ്വാസമാണ്. പിന്നെ ജ്യോതിഷമായാലും വാസ്തുവിദ്യ ആയാലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ബെനിഫിറ്റിന് ഈ വിശ്വാസം കൊണ്ട് മെറ്റീരിയൽ വരില്ല. സൈക്കോളജിക്കൽ റിലീഫ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ സൈക്കോളജിക്കൽ റിലീഫ് ഉണ്ടാവാതെ വീട് മുഴുവൻ ഇടിച്ചു പൊളിച്ച് മാറ്റി പിന്നെ കാത്തിരുന്ന് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റോ ഒന്നും കിട്ടിയില്ലെന്ന് വിചാരിക്കാം. ഏതായാലും ഇതുകൊണ്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഐശ്വര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഐശ്വര്യം ഉണ്ടാവാതെ വരുമ്പോൾ ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ബ്രാഞ്ചിനോട് തന്നെ എതിർപ്പും പുച്ഛമാണ് ഉണ്ടാവുക. അത് പറയാൻ കാരണം എന്താണ്? ഈ വിശ്വാസങ്ങൾ മുഴുവനും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, അതും നെഗറ്റീവ് അല്ലാത്ത വിധത്തിൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടിയുടെ പേടി പോവാൻ അടുത്തുള്ള അമ്പലത്തിൽ ചെന്നിട്ട് ഒരു കോഴിയെ വഴിപാടിന് കൊടുത്താൽ മതി, കോഴിയെ അറുത്താൽ മതി എന്ന് പറഞ്ഞു വിചാരിക്കാം. അത് ഡേഞ്ചറസാ. ആ കുട്ടിയുടെ പരീക്ഷയ്ക്ക് ജയിക്കാൻ ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൽ പച്ച തെറിപ്പാട്ട് പാടിയാൽ മതി, വഴിപാടായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു വിചാരിക്കാം. അത് നെഗറ്റീവാണ്. തെറിപ്പാട്ടെന്ന് പറയുന്നത് തന്നെ സമൂഹത്തിൽ നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെയുള്ളതല്ലാതെ വേറെ നെഗറ്റീവ് ഉണ്ടാവാത്ത വിധത്തിൽ വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, സൈക്കോളജിക്കൽ റിലീഫ് കിട്ടുന്ന അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നല്ലതാണ്, ആവശ്യമാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ അനുഭവം. ഞങ്ങൾ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ചെറിയ കുട്ടികളായ ഞങ്ങൾ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളത്തിൽ തിമർത്ത് ചാടി കുളിക്കുമ്പോൾ അമ്മ പറയും, എങ്ങാനും കുളത്തിൽ മൂത്രമൊഴിച്ചാല് പുളിയുടെ ഇല 4ആയിട്ട് മുറിച്ച് അതിലെ ഒരു ഭാഗം കുമ്പിളാക്കി ഇത്രയും വെള്ളം തേകിക്കളയാൻ യമധർമ്മരാജാവ് പറയുന്നു പറഞ്ഞു. ശരിക്കും അമ്മയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് വെറും ഒരു ഇതാണെന്ന്. പക്ഷേ അങ്ങനെ ഒരു വരി കുറച്ചു കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് പോകും. അതിൽ തന്നെ ആരും ആലോചിച്ചിരിക്കില്ല. പക്ഷെ കുട്ടികളായ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു തരത്തിലൊരു വാണിങ്ങും അല്പം ഫിയർ സൈക്കോസിസും ഉണ്ടാക്കിയാൽ ഞങ്ങൾ കുളത്തിൽ മൂത്രമൊഴിക്കില്ല. ആ കുളത്തിൽ മുങ്ങി കുളിക്കാനുള്ളതാണ്.
ഈ കുട്ടികൾ മൂത്രം ഒഴിച്ചോന്ന് ഇങ്ങനെ നോക്കിക്കാനും പറ്റില്ല. ഇപ്പൊ ഞങ്ങളിപ്പോ അറിയാതെ കുളത്തിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ മൂത്രം ഒഴിക്കണം തോന്നിയാലും മുകളിൽ പോയിട്ട് മൂത്രം ഒഴിച്ചിട്ട് പിന്നെ കുളത്തിലേക്ക് വരും. കാരണം ഈ ഒരു ചെറിയ ഭയം ചെറുപ്പത്തിലെ കൊടുത്തിട്ടുണ്ട്. ആ ഭയമൊന്നും ഭാവി ജീവിതത്തെ താറുമാറാക്കാനൊന്നും പോണില്ല. അപ്പോഴത്തെ ആ ആവശ്യം കുറച്ച് ഞങ്ങൾ വളർന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെത്താനെ ബോധ്യം വന്ന് കുളത്തിൽ മൂത്രമൊഴിക്കരുത്, അറിയാതെയാണെങ്കിലും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് റിയലൈസേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ആവശ്യവും കഴിഞ്ഞു. ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ പോലും രണ്ടായിട്ട് തിരിക്കാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ എല്ലാത്തിലും ഉണ്ട് ഈ വിശ്വാസങ്ങൾ. നമ്മൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വരുമ്പോഴും പ്രധാനമന്ത്രി വരുമ്പോഴും നമ്മുടെ ജഡ്ജിയെ അഭിസംബോധന ചെയ്യുമ്പോഴും രാജാക്കന്മാരെ ഹിസ് ഹൈനസ് എന്ന് പറയാം, ഹിസ് ഹോളിനെസ് എന്നാണ് സ്വാമിമാരെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയാം. ജഡ്ജിമാരെയൊക്കെ സംബോധന ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ യുവർ എന്ന് ചേർത്തിട്ട് തലകുനിച്ചുകൊണ്ടാണ് പറയുക. ആ പാറാത്തൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് എന്തിനാ? ഇതിനൊക്കെ എന്ത് വിശ്വാസമാണ് ഉള്ളത്? മര്യാദയ്ക്ക് ജഡ്ജിയായിട്ടിരുന്നാൽ പോരെ, നല്ല ഡ്രസ്സ് ഇട്ടിട്ട്. അതൊക്കെ സമൂഹത്തിലുണ്ട്. ഞാൻ വിഷയം മാറിപ്പോയതല്ല. ഇപ്പൊ വിശ്വാസങ്ങളെയും രണ്ടായിട്ട് തിരിക്കാൻ സൈക്കോളജിക്കലി റിലീഫ് തരുന്ന ടെമ്പററി ആയിട്ട് ഉപയോഗിക്കാവുന്ന വിശ്വാസങ്ങൾ നല്ലതാണ്. അതേ സമയത്ത് മെറ്റീരിയലിസ്റ്റിക് ബെനിഫിറ്റിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറേ തിന്മകൾ, അത് നമുക്ക് ഒരു കാരണവശാലും ബെനിഫിറ്റ് തരില്ല. ഇനി അഥവാ ബെനിഫിറ്റ് കിട്ടിയാലും അത് ചെയ്തതുകൊണ്ട് കിട്ടിയതല്ല, വരേണ്ടത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വാസ്തുവിദ്യയെയും ജ്യോതിഷത്തെയും ഒക്കെ കടപുഴക്കി എറിയാൻ ശ്രമിക്കുന്നവരൊക്കെ ഓർമ്മിക്കുക, എത്രയോ തലതൊട്ടപ്പന്മാരൊക്കെ വിചാരിച്ചതാണ്. ഞാൻ നേരത്തെ ഇന്നലെ പറയുകയുണ്ടായി, അവരാരും വിചാരിച്ചിട്ടും ഇത് മാറ്റാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അതിലുള്ള വിശ്വാസവും ആരാധ്യതയും ഒക്കെ കൂടി വരികയാണെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ഇനി അഥവാ വാസ്തുവിദ്യയെയും ജ്യോതിഷത്തെയൊക്കെ എതിർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരടുത്ത് അതിലുള്ള നന്മയും പറഞ്ഞു കൊടുക്കുക, തിന്മയും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. തിന്മയും പറഞ്ഞു കൊടുക്കുക, നന്മയും പറഞ്ഞു കൊടുക്കുക. അപ്പം നല്ലത് ഏതാണ്, ചീത്ത ഏതാണെന്ന് വളരെ യുക്തിസഹജമായിട്ടാണ് ഇയാൾ പറഞ്ഞു തരുന്നത്. കണ്ണടച്ച് എതിർക്കുകയല്ല എന്ന് ബോധം വന്നാൽ എല്ലാവരും സ്വീകരിക്കും. കണ്ണടച്ച് എതിർക്കുകയല്ല എന്ന് ബോധം വന്നാൽ എല്ലാവരും സ്വീകരിക്കും. എതിർക്കുന്ന വരികൾ പോലും സ്വീകരിക്കും, അൺബയസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ. എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അന്ധവിശ്വാസത്തെ രണ്ടായിട്ട് തിരിച്ചു പറഞ്ഞതാണ്. പ്രണാമം, നമസ്കാരം.